ഹലോ, നമസ്കാരം. നിങ്ങൾ ഫ്രാൻസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. ഫ്രാൻസിൻ്റെ സ്റ്റുഡൻറ് വിസ പ്രോസസ്സ് എങ്ങനെയാണ്, ഫ്രാൻസിൽ ഷോ മണി കാണിക്കേണ്ട വിധം എങ്ങനെയാണ് എന്നിത്യാദി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ഷെയർ ചെയ്യുന്നത്. നമസ്കാരം, ഇന്നോവസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Innovus Study Abroad Private Limited. Good education is the passport to successful career. എങ്ങനെയാണ് ഫ്രാൻസിന്റെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സ്? വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ് ഫ്രാൻസിന്റെ സ്റ്റുഡന്റ് വിസ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യമായി നാം ഡയറക്റ്റ് എംബസിയിലല്ല വിസ അപ്ലൈ ചെയ്യുക. ആദ്യമായി നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ക്യാമ്പസ് ഫ്രാൻസിലാണ്. ക്യാമ്പസ് ഫ്രാൻസ്, കേരള സ്റ്റുഡൻസ് ക്യാമ്പസ് ഫ്രാൻസിന് കൊച്ചിയിൽ ഒരു ഓഫീസുണ്ട്. അവിടേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാറ്. ആപ്ലിക്കേഷൻ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ ചെക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ആണ് എങ്കിൽ, ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആണ് എങ്കിൽ അവർ ആപ്ലിക്കേഷൻ വാലിഡേറ്റ് ചെയ്യും. അഥവാ എന്തെങ്കിലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ആ പീരീഡ് ഫില്ല് ചെയ്യാൻ പറഞ്ഞ് അവർ അഡീഷണൽ നോട്ട് ഇടാറുണ്ട്. അങ്ങനെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാം ക്യാമ്പസ് ഫ്രാൻസിൽ ഒരു ഇന്റർവ്യൂവിന് ഹാജരാകുക എന്നുള്ളതാണ്. ഇന്റർവ്യൂവിന് ജയവും തോൽവിയും ഒന്നുമില്ല. ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഇന്റർവ്യൂവിനകത്ത് അവരുടെ ഫീലിങ്സും അവരുടെ റെക്കമെൻഡേഷനും ഒക്കെ അവർ എംബസിയിലേക്ക് രഹസ്യമായി അയക്കുകയാണ് പതിവ്. അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഒരു 3-4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ സ്റ്റുഡൻറ്റിന് NOC ഇഷ്യൂ ചെയ്യാറുണ്ട്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് വിസ ലഭിച്ചു എന്ന് അതിനർത്ഥമില്ല. NOC ലഭിച്ചാലും വിസ ലഭിക്കാതിരിക്കാനോ വിസ ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യത വീണ്ടും അവശേഷിക്കുന്നു. അങ്ങനെ NOC ലഭിച്ചതിന് ശേഷം നാം എംബസിയിൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം. അത് VFSലാണ് നാം അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്. അങ്ങനെ VFS അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ VFSൽ പോയി ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുകയും ഏകദേശം 15 വർക്കിംഗ് ഡേയ്സ് മുതൽ ഒരു മാസത്തിനുള്ളിൽ സാധാരണഗതിയിൽ എംബസിയുടെ പ്രോസസ്സിംഗ് കഴിയുകയും നമ്മുടെ ഡിസിഷൻ അവർ നമുക്ക് അയച്ചു തരികയും ചെയ്യുകയാണ് പതിവ്. ഇതാണ് ഫ്രാൻസിലേക്കുള്ള സ്റ്റുഡന്റ് വിസ പ്രോസസ്സിന്റെ ഒരു സംക്ഷിപ്തം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിനേക്കാൾ ഉപരിയായി സ്റ്റുഡന്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഫ്രാൻസിന് വേണ്ടി ഷോ മണി കാണിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റുഡന്റ് ഷോ മണി റിക്വയർമെന്റ് മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫ്രാൻസിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് പ്രധാനമായും 2 കാര്യങ്ങൾക്ക് തനിക്ക് ആവശ്യമുള്ള പണമുണ്ട് എന്നാണ് എംബസിയെ ബോധ്യപ്പെടുത്തേണ്ടത്. അതായത്, ഒന്നാമതായി തനിക്ക് അവിടെ പഠിക്കുന്നതിന് ആവശ്യമായ പണമുണ്ടെന്നും, അതായത് ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നതിന് ആവശ്യമായ പണമുണ്ടെന്നും, രണ്ടാമതായി ആ രാജ്യത്ത് താമസിക്കുന്ന അതിനാവശ്യമായ അഥവാ ജീവിത ചിലവ് മീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പണമുണ്ടോ എന്നും നാം എംബസിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. പഠനത്തിന് ആവശ്യമായ പണം എത്രയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം, ഓഫർ ലെറ്ററിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. ജീവിത ചെലവിന് ആവശ്യമായ പണം എത്രയാണ് എന്ന് നമുക്കറിയണമെങ്കിൽ ഏകദേശം 615 യൂറോ പെർ മന്ത് എന്നാണ് ഒഫീഷ്യൽ അതിന് കാൽക്കുലേഷൻ. എങ്കിലും പാരീസിലൊക്കെയാണ് നമ്മുടെ ക്യാമ്പസ് എങ്കിൽ തീർച്ചയായിട്ടും VFS റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു മാസത്തേന് 1000 യൂറോ എങ്കിലും വെച്ച് കാണിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ പാരീസിലേക്കോ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്റ്റുഡന്റ് ആയാൽ പോലും ഒരു വർഷത്തെ ജീവിത ചെലവിന് വേണ്ടി 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. 12 ലക്ഷം രൂപ നാം അക്കൗണ്ടിൽ കാണിക്കണം. ഇനിയും ഈ ഫണ്ട് എത്ര നാളായി അക്കൗണ്ടിൽ കിടക്കണം? എംബസി ഇതിനെപ്പറ്റി വ്യക്തമായ കാര്യങ്ങളൊന്നും പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു വ്യക്തി 3 മാസം മുതൽ 6 മാസം വരെ അക്കൗണ്ടിൽ പണം ഇടുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നത്. ഒരു സാധാരണ സ്റ്റുഡന്റ് 3 മാസം മുതൽ 6 മാസം വരെ അക്കൗണ്ടിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അഭികാമ്യം എന്ന് പറയുന്നത്. കാരണം ഉടനെ നിക്ഷേപിച്ച പണമാണെങ്കിൽ തീർച്ചയായും എംബസിക്ക് ഒരു സംശയം തോന്നാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റുഡന്റ് എവിടെ നിന്നോ ഫണ്ട് കടം മേടിച്ച് അക്കൗണ്ടിൽ ഫണ്ട് ഇട്ടതാണ് എന്നൊരു സംശയം തോന്നാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫണ്ട് അക്കൗണ്ടിൽ ഇടുന്നതാണ് നല്ലത്. ഒരു 3 മാസം എങ്കിലുമായിട്ട് കിടക്കുന്ന ഫണ്ട് അല്ല എങ്കിൽ തീർച്ചയായും ഈ ഫണ്ടിന്റെ ഉറവിടം എന്താണ്, സോഴ്സ് ഓഫ് ഫണ്ട് എന്താണ് എന്ന് നാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടെയാണ് ഈ ഫണ്ട് ഇത്ര നാളുകളായി കിടന്നുകൊണ്ടിരുന്നത്? ഒരു പക്ഷേ ആ സ്റ്റുഡന്റിന് സ്വർണം വിറ്റ് കിട്ടിയ ഫണ്ടാകാം. അങ്ങനെയെങ്കിൽ അതിന്റെ ബില്ലുകളും ഡോക്യുമെന്ററി എവിഡൻസുകളും നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തന്റെ അസറ്റുകൾ വിറ്റ് കിട്ടിയ പണമാകാം.
അങ്ങനെയെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ റീസെന്റ് ഡിപ്പോസിറ്റ് ചെയ്ത ഫണ്ട് അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും അത് എവിടെ നിന്ന് ഫണ്ട് വന്നു എന്ന് നാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് മാത്രം പോരാ, തന്നെ സ്പോൺസർ ചെയ്യുന്ന തൻ്റെ പേരൻസിന് അല്ലെ തന്നെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് ഈ പണം നൽകി കൊടുക്കുന്നതിനാവശ്യമായ വരുമാന മാർഗങ്ങളുണ്ട് എന്നും നാം തീർച്ചയായും ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നാം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് പ്രധാനമായിട്ടും ഇൻകം പ്രൂഫുകളാണ്. പ്രധാനപ്പെട്ട ഇൻകം പ്രൂഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ അതിനുവേണ്ടിയുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അതല്ല എങ്കിൽ പ്രധാനമായും IT റിട്ടേൺ ആണ് നാം സബ്മിറ്റ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 2 അല്ലെങ്കിൽ 3 വർഷത്തെ IT റിട്ടേൺ മതിയാകും. എന്നാൽ സ്റ്റുഡന്റിന്റെ പേരന്റ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്നുള്ള ഡോക്യുമെന്റ്, വരുമാന സർട്ടിഫിക്കറ്റുകളും അതുകൂടാതെ എംപ്ലോയ്മെന്റ് ഡോക്യുമെന്റും അതുകൂടാതെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഒക്കെയാണ് അതിനുവേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്റ്റുഡന്റിന്റെ പേരൻസിന് സ്റ്റുഡന്റിനെ സ്പോൺസർ ചെയ്യുന്നതിന് ആവശ്യമായ വരുമാനമുണ്ട് എന്നും സ്റ്റുഡന്റിന് അവിടെ പഠിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ഉണ്ട് എന്നും ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിസയ്ക്ക് വേണ്ടി ഫണ്ടിനോടനുബന്ധിച്ച് നാം കാണിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ വിസയെ സംബന്ധിച്ചോളം വളരെ ഫാസ്റ്റായി വിസ പ്രോസസ്സിംഗ് നടക്കുകയും നമുക്ക് ഈസിയായി വിസ ലഭിക്കുന്നതിനുമുള്ള സാവകാശം നമുക്കുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിച്ചത് ഫ്രാൻസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡന്റ് എങ്ങനെയാണ് ഫണ്ട് കാണിക്കേണ്ടത്, എന്താണ് ഫ്രാൻസിന്റെ വിസ പ്രോസസ്സ് എന്നിത്യാദി കാര്യങ്ങളാണ്. ഇങ്ങനെ വളരെ വ്യക്തമായ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നോവസിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.